ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ട, ആലു ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ചപ്പാത്തി. നോർത്ത് ഇന്ത്യക്കാരുടെ സ്പെഷ്യൽ ഫുഡാണ്. സോ അതിനായിട്ട് ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് മാവ് ഒരു ഗ്ലാസ്, പിന്നെ മൈദ ഒരു ഗ്ലാസ്, പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളമാണ് ഇട്ട് കുഴയ്ക്കുന്നത്, കാരണം അത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അത് ഉണ്ടാക്കി മാറ്റി വെക്കുക, ഒത്തിരി കുഴയ്ക്കരുത്. പിന്നെ അതിനായിട്ടുള്ള സംഭവങ്ങളാണ് ഉരുളക്കിഴങ്ങ്. വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് എങ്ങനെ വെച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കുക. അതിലേക്ക് സവാള കുനുകുനാ അരിഞ്ഞ് സവാള ഇടുക. പിന്നെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഇതിടാം കേട്ടോ, ചെറിയ ജീരകം ഇടാം, മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ആവശ്യത്തിന് എരിവുണ്ട്, അപ്പോൾ കുറച്ച് കയറുന്നോട്ടെ എരിവ്. പിന്നെ മല്ലിയില, മെയിൻ ആയിട്ടുള്ളതാണ് മല്ലിയില. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ ഡോ എടുത്തിട്ട് നന്നായിട്ടൊരു തവണയും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഓരോ ഉരുള എടുത്ത്, ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ എടുക്കാറ്, കുറച്ച് വലുതായിട്ട് തിക്നെസ് കൂടിപ്പോയി. പക്ഷേ എനിക്ക് അവസാനം ഒരു അബദ്ധം പറ്റി. പിന്നെ അത് കഴിഞ്ഞ് അത് ഉരുളയാക്കിയിട്ട് നന്നായിട്ട് ഒരു തവണയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കഴിഞ്ഞ് അതിൽ സ്റ്റഫ് ചെയ്ത് വെക്കുക നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട്. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കുക. ഇച്ചിരി ലാഗാന്ന് തോന്നുന്നു. കുറച്ച് ഇങ്ങനെ ഉരുട്ടുക, കുറേ നേരം ഇങ്ങനെ ഉരുട്ടി ഒരു ബോളാക്കിയിട്ട് പുറത്തൊന്നും കാണാത്തത് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അത് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ പൊട്ടാതെ നോക്കിയാൽ മതി. പൊട്ടാതെ നമ്മൾ സോഫ്റ്റ് സൈഡൊക്കെ നന്നായിട്ട് പതുക്കെ ഒത്തിരി പ്രസ് ചെയ്യാതെ റൗണ്ടാക്കി എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വരും, പൊട്ടാതെ. ഇതുപോലെ ഞങ്ങൾ വീട്ടിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് നമ്മൾ വെക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. ബിക്കോസ് ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. പരത്തിയ ശേഷം ഇതുപോലെ പാനിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഇട്ട് കൊടുക്കുക. ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഗീ ആണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. കുറച്ച് ഏറെ ഗീ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തിക്നെസ് കൂടിപ്പോയി, ഇത്രയൊന്നും ആവശ്യമില്ല, പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു.